ശ്രീ സദാനന്ദൻ മാസ്റ്റർ, അങ്ങ് ഇപ്പോൾ ഡൽഹിയാണല്ലോ അങ്ങയുടെ കർമ്മമണ്ഡലം. നോക്കൂ, ഡൽഹിയിൽ പാഠ്യപദ്ധതിയിൽ സംഘത്തെപ്പറ്റി അല്ലെങ്കിൽ RSSനെ പറ്റിയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. ഇന്നലെ രാജ്യതലസ്ഥാനത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങ് നമ്മൾ കണ്ടതാണ്. സംഘവുമായി ബന്ധപ്പെട്ട അതിൻ്റെ 100 വർഷത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്ന സ്റ്റാമ്പ് കോയിനുകൾ പുറത്തിറക്കുന്നു. അപ്പോൾ ഈ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ വലിയ വിവാദമാകും. അല്ലെങ്കിൽ ഇന്നലെ സ്റ്റാമ്പ് പുറത്തിറക്കിയതിനെതിരെ വിമർശനം ഉയരുന്നത് കേരളത്തിലെ ഇടത് വലത് ഗ്രൂപ്പുകളിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും, കേരളവും അതോടൊപ്പം തന്നെ ഡൽഹിയും, ഈ രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സംഘത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ രണ്ട് സാഹചര്യങ്ങളെ അങ്ങ് നോക്കിക്കാണുന്നത്? ശ്രീ ഗൗതം, പിന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതോടൊപ്പം ഞാൻ മറ്റൊരു സാഹചര്യത്തെ കൊണ്ടുവരാം. അതായത് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 70 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് നടപ്പിലാവുന്നില്ല. കാരണം എന്താണ്? കേരളം ഈ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല. ഈ പദ്ധതിയുടെ സവിശേഷതയനുസരിച്ച് ഒരു നിശ്ചിത വിഹിതം സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട്. അത് നൽകാൻ അവർ തയ്യാറാകുന്നില്ല. ഈ ആനുകൂല്യം അനേകം ആളുകൾക്ക് ഗുണപ്രദമാകുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ജനക്ഷേമകരമായ പദ്ധതി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ദേശീയ ഭരണകൂടത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കാൻ കഴിയുമോ അതിന് പരിശ്രമിക്കുന്നവരാണ്. ആ പരിശ്രമത്തിന് വലിയൊരു തടസ്സമാകും എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതിയിൽ കേരള സർക്കാരിൻ്റെ വിഹിതം അവർ നൽകുന്നില്ല, പദ്ധതി നടപ്പിലാകുന്നില്ല. നോക്കൂ, ഇതേ സാഹചര്യം ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹി ഗവൺമെൻറ്റും ഈ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. ഒറീസയിൽ ഉണ്ടായിരുന്നു. ഒറീസ ഗവൺമെൻറ്റും ഈ പദ്ധതി, അന്ന് BJP ആയിരുന്നില്ല, BJP ഗവൺമെൻറ് ആയിരുന്നില്ല ഒറീസയിലും ഡൽഹിയിലും ഉണ്ടായിരുന്നത്. ഈ രണ്ട് ഗവൺമെൻറ്റുകളും ഈ പദ്ധതി നടപ്പിലാക്കിയില്ല, കേരളത്തെ പോലെ തന്നെ. പക്ഷേ ജനങ്ങൾ അവർ മാറി ചിന്തിക്കുന്നു. അവരുടെ മനസ്സിൽ മാറ്റം വേണമെന്ന താല്പര്യമുണ്ടാകുന്നു. ആ താല്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നു. BJP വിജയിക്കുന്നു. BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഡൽഹിയിലും ഒഡീഷയിലും ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ സൃഷ്ടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ സമൂഹ മനസ്സ് വിദ്യാർത്ഥികളിൽ പടർത്തിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളർത്തിയെടുത്തുകൊണ്ട് അവരെ രാഷ്ട്രോന്മുഖരായി വളർത്തുക എന്നുള്ളതാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ആകെ കൂടി നമ്മൾ നോക്കുമ്പോൾ. വിദ്യ നേടുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പരംപൂജനീയ ഗുരുജി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രഭാഷണങ്ങളിൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ, അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളിലൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം സമാജബന്ധിതമാകണം നമ്മുടെ സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വിദ്യാഭ്യാസം നേടി അതിലൂടെ ഒരു ജോലി നേടി ഞാൻ സമൂഹ ജീവിതം, എൻ്റെ കുടുംബജീവിതം ഇതൊക്കെ രാഷ്ട്രോന്മുഖമായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്, സംവിധാനം ചെയ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊക്കെയാണല്ലോ നമ്മുടെ കാഴ്ചപ്പാടുകൾ. അങ്ങനെയുള്ള വിദ്യാഭ്യാസം, നേരാവണ്ണമുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ അത് സാധ്യമാകുന്നില്ല. അവിടെയൊക്കെ ഈ പറയുന്ന രാഷ്ട്രവിരുദ്ധമായ ആശയങ്ങളാണ് കുത്തി നിറയ്ക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ എന്താണോ നമ്മുടെ നാടിനിണങ്ങുന്ന തരത്തിലുള്ള പൗരബോധം ഉള്ളിൽ വളർത്തിയെടുത്തുകൊണ്ടുള്ള പൗരന്മാരാക്കി വളർത്താൻ സാധിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണോ സാധിക്കേണ്ടത്, അതിന് ഘടകവിരുദ്ധമാണ് പല പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാകുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹിയിൽ ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ RSSനെ കുറിച്ച് പഠിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്നത് മാത്രമല്ല, ആ പദ്ധതിയിലൂടെ എന്താണ് RSS എന്ന് സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളിൽ ചെറിയ തരത്തിൽ അവർക്ക് ചിന്തിക്കാൻ, അവർക്ക് കൂടുതൽ പഠനങ്ങളിലേക്ക് പോകാൻ, വിശാലമായ ഒരു പ്രദേശത്തേക്ക് കടക്കാൻ ഒരു പാലമിടുന്നത് പോലെ ഒരു പാലമിടുകയാണ് ഡൽഹി ഗവൺമെൻറ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. കേരളത്തിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കേരളത്തിൽ
ഈ പറയുന്ന വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും PM ശ്രീ എന്നൊരു പദ്ധതിയുണ്ടല്ലോ. ഉദാഹരണത്തിന് നമുക്കതറിയാം. PM ശ്രീ എന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പരിഷ്കരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല തരത്തിലുള്ള ഭാവാത്മകമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം, നല്ല നാളേക്ക് നല്ല വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ നല്ല നാളെയെ പടുത്തുയർത്താൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്ന പദ്ധതി എന്ന നിലയ്ക്ക് അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അതിൽ ഈ പറയുന്ന BJP ഗവൺമെൻറ്റിനെ BJP ഉയർത്തിപ്പിടിക്കുന്നത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ 2020 നിലവിൽ വന്ന നമ്മുടെ പുതിയ പാഠ്യപദ്ധതി 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതത്തിൽ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനം നടക്കുന്നത്. ആ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനത്തിന് ആധാരമായി വർത്തിക്കേണ്ട വിദ്യാഭ്യാസ പദ്ധതി, പുതിയ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ ദേശഭക്തി വളർത്തുന്ന അല്ലെങ്കിൽ സമാജബോധം വളർത്തുന്ന ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളിൽ പൗരബോധം വളർത്താൻ ഉതകുന്ന അനേകം കാര്യങ്ങളുണ്ട്. അധ്യാപക പരിശീലനത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നുണ്ട്. സംസ്കൃത ഭാഷയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. പ്രാദേശിക ചരിത്രത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതെല്ലാം ഉള്ള വിദ്യാഭ്യാസ പദ്ധതിയെ തിരസ്കരിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറാകുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞതുപോലെ നേരത്തെ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അസഹിഷ്ണുതയും ജനാധിപത്യ വിരുദ്ധമായ സമീപനവും കൊതിക്കറിവ്, നമ്മൾ നാടൻ പ്രയോഗമാണല്ലോ, കൊതിക്കറിവ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റാരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ എന്നിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ഒരു തരം ആ അസ്വസ്ഥത വളർന്ന് അതൊരു അസഹിഷ്ണുതയായി രൂപപ്പെടുക, അതിനെ എതിർക്കാനുള്ളൊരു മനസ്സായി മാറുക. ഇതാണ് കേരളത്തിലെ ഇടത് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്വീകരിച്ച നയം അതാണ്. ആ നയം നിലനിൽക്കുന്ന കാലത്തോളം നാം ആഗ്രഹിക്കുന്ന തരത്തിലൊരു പരിഷ്കരണം വിദ്യാലയങ്ങളിൽ സാധ്യമാകും എന്ന് പ്രതീക്ഷയില്ല. പക്ഷേ എപ്പോഴാണ് സാധ്യമാകുക? ഞാൻ അതുകൊണ്ടാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിച്ചത്. ജനങ്ങൾക്ക് ഹിതകരമാകുന്ന, ഗുണകരമാകുന്ന, അവർക്ക് കരുത്തായി മാറുന്ന, അവർക്ക് താങ്ങായി മാറുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഒരു ഭരണമാറ്റം തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ സമാജ പരിവർത്തനത്തിന്, സാമൂഹ്യ പരിവർത്തനത്തിന് നിലമൊരുക്കാൻ കഴിയുന്നൊരു വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിലും സംജാതമാകണമെങ്കിൽ ഞാൻ ആ തരത്തിലാണ് ചിന്തിക്കുന്നത്. ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ദേശസ്നേഹപരമായ, ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ട, ദേശീയ ബോധവുമായി ബന്ധപ്പെട്ട, ദേശീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിദ്യാലയങ്ങളിൽ ഉണ്ടായി വരണം. അതിൻ്റെ തുടക്കമാണ് ഡൽഹി ഗവൺമെൻറ് സ്വീകരിച്ചത്. നമുക്കറിയാം, ഡൽഹിയിൽ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ RSSനെ ഏതെങ്കിലും തരത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് RSS എന്ന പ്രസ്ഥാനം, എന്ന സംഘടന സമാജത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നതിലേക്ക് വരും തലമുറയെ നയിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. അത് നമ്മുടെ കേരളത്തിൽ വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇനി വിമർശനപരമായി തന്നെ ആയിക്കൊള്ളട്ടെ. നമ്മൾ കുറച്ച് മുമ്പ് വലിയൊരു വിവാദത്തെ അഭിമുഖീകരിച്ചല്ലോ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിചാരധാര പഠിക്കണം എന്ന നിലയ്ക്ക് ഒരു പുറം വായനയ്ക്ക് വേണ്ടി സിലബസിൽ ഉൾപ്പെടുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുറം വായനയ്ക്ക്, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരാനും പോകുന്നില്ല, പക്ഷേ ആ പുറം വായനയ്ക്ക് ഗുരുജിയെക്കുറിച്ച് പഠിക്കണം, വിചാരധാരയെക്കുറിച്ച് പഠിക്കണം എന്നൊരു പരാമർശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം യൂണിവേഴ്സിറ്റി തലത്തിൽ ആരൊക്കെയോ ചേർന്ന്, ഒരു പക്ഷേ അവർ അതിൻ്റെ എല്ലാ വശങ്ങളും കണക്കിലെടുത്തുകൊണ്ടാകണമെന്നില്ല, അങ്ങനെയൊരു തീരുമാനം വന്നപ്പോൾ തന്നെ കേരളത്തിൽ എന്തായിരുന്നു പുകില്? കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ കൊണ്ടുവന്ന ബഹളം, അവർ ഉണ്ടാക്കിയെടുത്ത ബഹളം എത്ര വലുതായിരുന്നു. അത് RSSനെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നു, RSSൻ്റെ സർസംഘചാലകനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ആ വിവാദങ്ങളുടെ ഫലമായി അതൊരു മൂലയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ വിമർശനപരമായി പഠിക്കാൻ പോലുമുള്ള സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇതിനൊക്കെ മാറ്റം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം 100 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഇപ്പം നേരത്തെ ഗൗതം നന്ദേട്ടനോട് ചോദിച്ചല്ലോ, എന്താണ് സംഘത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഞാൻ ഈ സംഘടനാ യാത്രക്കിടയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ, സംഘത്തിന് സാമാന്യം സ്വാധീനമുള്ളൊരു ഗ്രാമത്തിൽ, അവിടെയുള്ള പ്രവർത്തകരുമായി ഇരുന്ന് സംഘത്തിൻ്റെ ഭാഷയനുസരിച്ച് ബൈഠക്ക് നടത്തുന്നതിനിടയിൽ അനൗപചാരികമായ ഒരു ചോദ്യം ചോദിച്ചു. ഈ പ്രദേശത്ത് ഇത്രയും കാലമായി സംഘം പ്രവർത്തിക്കുകയാണ്,
എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് സംഘത്തിലൂടെ ഈ നാടിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ നിങ്ങളിലുണ്ടായത് എന്താണ് ഉണ്ടായ മാറ്റം എന്ന് ചോദിച്ചപ്പോൾ ഒരു സാമാന്യം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഒരു കർഷക തൊഴിലാളിയായ ഒരു സ്വയം സേവകൻ, സംഘപ്രവർത്തകൻ എഴുന്നേറ്റ് നൽകിയ ഉത്തരം, പക്ഷെ ഞങ്ങൾ മുമ്പൊക്കെ സംഘത്തിൽ വരുന്നതിന് മുമ്പ് കാശ്മീരിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ വലിയ വികാരമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇന്ന് കാശ്മീരിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് തപിക്കാറുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാണ്. പഴയ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തേതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടത്തിവിടാൻ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. സംഘശാഖയിൽ നടത്തുന്ന ബൗദ്ധികമായ ആശയവിനിമയങ്ങളിലൂടെ, ഗീതങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, കഥാകഥനത്തിലൂടെ, സംഘശാഖയിലെ ബൗദ്ധിക കാര്യക്രമങ്ങളിലൂടെ ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നു, അല്ല ഞങ്ങൾ പഠിക്കുന്നു. അതിലൂടെ മനസ്സ് രൂപപ്പെടുന്നു. ആ മനസ്സിൻ്റെ രൂപപ്പെടുത്തൽ ഗ്രാമതലങ്ങളിൽ പോലും സംഭവിക്കുന്നു. ഒരു വലിയ പാഠ്യപദ്ധതിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത്. അതിവിശാലമായൊരു പാഠ്യപദ്ധതിയാണ്. ആ പാഠ്യപദ്ധതിക്ക് വിധേയരായി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം കർമ്മധീരന്മാർ നമ്മുടെ നാട്ടിലുള്ള കാലത്തോളം ശ്രീ ഗൗതം, നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ദേശീയോദ്ഗ്രഥന സംബന്ധമായ ദേശീയ ഉണർവിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലും കടന്നു വരും. അതിനനുഗുണമായ സാമൂഹ്യ പരിവർത്തനം സംഘത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും എന്ന് തന്നെയാണ് വിശ്വാസം. യെസ്, അത്തരത്തിൽ വലിയ തോതിലുള്ള സാമൂഹിക പരിവർത്തനം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും അനിവാര്യമാണ്.